വെൽക്കം ടു അതർ സൈഡ്. ഓക്കെ ഡോക്ടർ, കടപ്പുറത്ത് പോയാൽ അല്ലെങ്കിൽ നമ്മൾ സീ സൈഡിൽ പോയാൽ ശ്വാസം മുട്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ എൻവയറമെന്റ് ആണ്. ഹ്യൂമിഡിറ്റി, ഒരു സ്ഥലത്തെ എയർ കറൻസ്, അവിടുത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാണ്, ഓവറോൾ എയറിന്റെ കോൺസെൻട്രേഷൻ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ അലർജിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സീഷോർ പോലെയുള്ള സ്ഥലത്ത് ബീച്ചേഴ്സിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം ഈ എയർ കറൻസിനോട് എക്സ്പോഷർ വരുമ്പോൾ ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് പോണെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടൽ ട്രിഗേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു അസുഖം, അതായത് ഇതുപോലെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ സോളാർ എക്സ്പോഷർ, അതായത് സണ്ണിനോടുള്ള എക്സ്പോഷർ കൊണ്ട് നമുക്കുണ്ടാവുന്ന റാഷസ്, ഇതെല്ലാം അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇത് രണ്ടും ഒരേപോലെ ട്രിഗേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പലരും ഈ പറഞ്ഞത് ഞങ്ങളോട് പറയാറുണ്ട്, ലൈക്ക് ഇപ്പോ ഇതേ ആൾക്കാർക്ക് ശ്വാസം മുട്ടലോ ചിലപ്പോൾ ഹില്ലി ഏരിയയിലോ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുന്ന പോലും ഇല്ല. പക്ഷെ നമുക്ക് ഇതേപോലെയുള്ള കോസ്റ്റൽ ഏരിയയിൽ നിൽക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഹിമാലയത്തിൽ പോയപ്പോഴും ഒരു കുഴപ്പമുണ്ടാവില്ല, അത്രയും സ്നോഫോൾ എക്സ്പോഷർ അതേപോലെ തന്നെ മാറിപ്പോകും. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ യുഎസിലൊക്കെയുള്ള പേഷ്യൻസ് നമ്മൾ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ അവർക്ക് അവിടെ വെച്ചിട്ട് അർട്ടിക്കേറിയൻ ഡെവലപ്പ് ചെയ്യുക, ശ്വാസം മുട്ടലുണ്ടാവില്ല. പക്ഷെ അവര് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ചും ഇവിടുത്തെ എയർ കറൻസും ഹ്യൂമിഡിറ്റി ആണെങ്കിൽ കാരണം ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് സഡൻ ആയിട്ട് ശ്വാസം മുട്ടല്, ഭയങ്കരമായ ആർട്ടിക്കേറിയൽ റാഷസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന്റെ കാരണം അവരുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ, 1-2 ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇതുപോലെ ട്രാവൽ ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അലർജിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അത് കുറയ്ക്കാനുള്ള സാധ്യത നന്നായിട്ട് ഹോമിയോപ്പതി മെഡിസിൻസിന് തന്നെ ഹെൽപ്പ് ചെയ്യും.